നിങ്ങൾ അവിടെ പോകുന്നേ കാറില്? ഇവരുടെ സ്കൂളില് ചെടി വാങ്ങാൻ പോകുന്നു. ചെടിയോ? ഓ, തൈ കൊടുക്കുന്നുണ്ടല്ലേ. വേനലൊക്കെ അല്ലേ, ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ട സമയം, മഴയൊക്കെ കുറഞ്ഞു വരുന്ന സമയം. അപ്പൊ നമ്മള് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ്? മഴ കിട്ടാൻ വേണ്ടിട്ട്. അല്ല, അപ്പൊ ഓരോരുത്തർക്ക് എത്ര തൈയാണ് കിട്ടുക? എത്ര വേണമെങ്കിലും എടുക്കാം. കൂടുതൽ എടുക്കുന്ന ഞങ്ങൾ ഇപ്പോഴാണ് എറിയുന്നത്. പക്ഷെ കുറച്ച് മുന്നേ പിള്ളേരൊക്കെ വന്ന് എത്രയോ ചെടികൾ എടുത്തോണ്ട് കൊണ്ടുപോയി. നമുക്കിപ്പോ പോവാം. ഞങ്ങളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വയലുണ്ട്, നല്ല സൂപ്പർ ഒരു വയലാണ്. നല്ല കാണാനൊക്കെ പറ്റും. ഇവിടെ മൊത്തം വയലാണ്. ഇവിടെ മൊത്തം വയലാണ്. ഇതിലേക്കൂടെയാണ് പോണത് നമ്മള്. വേറെ വഴിയൊക്കെ ഉണ്ട്, NH കൂടെയൊക്കെ പോവാം. പക്ഷെ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. നമ്മള് ഈ അകത്തൂടെയുള്ള വഴിയിലൂടെയാണ് പോണത്. അടിപൊളി ഒരു സ്പോട്ട്. ഈ റൈറ്റ് സൈഡിലോട്ട് നോക്കി അതുകൊണ്ട് എല്ലാം മരം നിൽക്കുന്നുണ്ടോ? നമുക്ക് അവിടെ ഒതുക്കാം. അങ്ങോട്ട് ക്യാമറ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കണമെങ്കിലേ അവരെടുക്കുമല്ലോ. ഇവിടെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ആടെ ഇവിടെ വേലിയൊക്കെ കെട്ടിയിടാൻ വീഴാതിരിക്കാൻ. ഇത് കണ്ടാടെ, ഈ വീഡിയോ എടുക്കാൻ പറ്റും. അവിടെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ഹൈടെക് ആക്കി. ഇതാണ് സ്കൂള്. പബ്ലിക് സ്കൂൾ. അപ്പൊ നമുക്ക് ഇവിടോട്ട് കേറാം. ഇതാണ് ആയിഷ സ്കൂൾ. 11 ബസ്സാണ്. ഞങ്ങൾ ഇതിനകത്താണ് വരുന്നത്. അകത്ത് പോയല്ലേ? അകത്ത് പോയല്ലേ? അതോ ഇവിടെ നടന്നു പോണേ? ഇവിടെ നടന്നു. പക്ഷെ ഇത്രയും വെയിലുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിന്റെ അടുത്തോട്ട് വന്നപ്പോ എന്ത് തണലാണ്. ഇവിടെ മീനുണ്ടാവൂല്ലേടാ? ഓ, അടിപൊളി അടിപൊളി. അതല്ലേ ഇവിടെ വന്ന് ഇരിക്കാൻ. അവിടെ ഇങ്ങനെ ഇരിക്കണം അല്ലേ കൊറേ നേരം അവിടെ. അതെന്താ ഇഷ ആ തെങ്ങിന്റെ അകത്ത്? അത് പനയല്ലേ? പനയാണ്. അയ്യോ, അത് കൊള്ളാം കേട്ടോ. അത് കൊള്ളാം, അടിപൊളിയാ. വെക്കേഷന് സ്റ്റാൻഡ് ഉണ്ട്, ബാഗില്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഐഷാബത്തിൽ ടീമിലില്ല. ഐഷാബത്തിൽ കട്ട്. സ്കൂളിൽ പോലില്ല. ഈ ടീച്ചർ ഇപ്പൊ പറഞ്ഞത് 20. ഇതിപ്പോ എല്ലാം ഒരേ തയ്യാ? എന്തിന്റെ തയ്യാ ഇത്? ഓ, തേക്കിന്റെ. മൊത്തം തേക്കേ ഉള്ളു അല്ലേ? എങ്ങനെയാ ഇതിന്റെ പ്രൊസീജിയർ? നമ്മളെ വീട്ടിൽ നടാനാ അതാ നമ്മള് ബന്ധുക്കളെ വീട്ടിൽ കൊടുക്കാനാ? ബന്ധുക്കളെ വീട്ടിലല്ലേ? ആണല്ലേ? ഓരോ തൈ വെച്ചിട്ട് കൊടുക്കാനാ? അപ്പൊ തേക്കൻ തൈയാണ് കിട്ടിയിരിക്കുന്നത്. ഐഷ ഹാപ്പിയാണോ? ആ, പിന്നല്ല.
ഇങ്ങോട്ടൊക്കെ അത്തിമരമാണിത്. അത്തിമരം ഒരുപാടുണ്ട് ഐഷൻ്റെ അമ്മേൻ്റെ സ്കൂളിൽ. ഇതും ഒരു അത്തിമരമാണ്. ഫിഗ് ട്രീ. പിന്നെ അങ്ങോട്ടും ഉണ്ട് കേട്ടോ അത്തിമരം. നിറയെ അത്തിമരം ഉണ്ട് ഇവിടെ. മാഞ്ചിയം, പേര, അത്തി, തേക്ക്, അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങൾ കൊണ്ട് മനോഹാരിതമാക്കിയ പീസ് ആയിട്ടുള്ള പീസ് പബ്ലിക് സ്കൂൾ. അടിപൊളിയായിട്ട് വോളിൽ ചെയ്തേക്കുന്ന ആർട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. 20 തൈ ഉണ്ട്. ഈ 20 തൈ നമ്മൾ എവിടെ കൊടുക്കാൻ വന്നാ? കൊടുക്കും, ഓരോ തൈ വെച്ചിട്ട്. ഇതിന്റെ ഉദ്ദേശം നമ്മുടെ മുതിർന്ന റിലേറ്റീവ്സ് ഇല്ലേ, ഫാമിലി ഒക്കെ വയ്യാണ്ടൊക്കെ കിടക്കുന്ന ഉപ്പാമാര്, അവരെയൊക്കെ പോയി കാണണം. എന്നിട്ട് അവരുടെ വീട്ടിലൊരു തൈയൊക്കെ വെച്ചു. നമുക്ക് തൈയൊക്കെ കിട്ടിയല്ലേ ഐഷ? ഇനി എന്താ ചെയ്യാൻ? തൈയും കിട്ടി. ഇനി മൊത്തം 20 തൈ കിട്ടി. 10 ആയിഷക്കും കിട്ടി, 10 ആമിനാക്കും കിട്ടി. ഇത് നമ്മള് ഇനി വേണമെങ്കിൽ ഇവരുടെ മെന്ററിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരും. അത് പിന്നത്തെ ഒരു ഓപ്ഷനാണ്. ഇപ്പൊ നമ്മൾ ഈ 20 ഓരോരുത്തർക്ക് എന്ന് വെച്ചാൽ ഒരു നമുക്കറിയാവുന്ന ഒരു റിലേഷനിലുള്ള ഒരാൾക്ക് ഓരോരുത്തർക്ക് വെച്ച് ഓരോന്ന് വെച്ച് നമ്മൾ കൊടുക്കും. ഒരുമിച്ച് ഒരാൾക്ക് കൊടുക്കത്തില്ല, എല്ലാവർക്കും കൊടുക്കുക മാത്രമല്ല ടീച്ചർ അതിനെ പരിചരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള വീഡിയോയും കൊണ്ട് നമ്മൾ കാണിക്കണം. എന്നാലേ നമുക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് കിട്ടത്തുള്ളൂ. എന്നാൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ കൊടുത്തിട്ട് വരാനാണെങ്കിൽ അവിടെ നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ആമിനെ കൊടുക്കുന്നിടത്ത് അല്ല ഐഷ കൊടുക്കുന്നത്. അല്ല. ചെടിയല്ല, തൈ, തേക്കിൻ തൈ. നമ്മളിന്ന് ഇനി പൊളിക്കും. നമ്മൾ കണ്ടോ? ഇതിന് എന്താ ചെയ്യാൻ പോണോ നിങ്ങള്? ഇത് നമ്മളുടെ നെയ്ബേഴ്സിനും നമ്മളെ അടുത്ത ബന്ധുക്കൾക്കും ഇത് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് അത് അവിടെ കുഴിച്ചു വെച്ചിട്ട് വെള്ളവും ഒഴിച്ചിട്ട് അതിനെ പരിചരിച്ചിട്ട് വരണം.